ഓക്കെ. നല്ല മഴയാണല്ലേ എല്ലായിടത്തും? യെസ്. എവിടെ ബാക്കിയുള്ളവർ എന്താ വിഷ് പറയാത്തത്? വിഷ് ചെയ്തോളൂ, എല്ലാരും വിഷ് ചെയ്യൂ. ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് വിഷ് ചെയ്യൂ. ആയിക്കോട്ടെ. ആ മഴ ആയിട്ടാ വിഷ് ചെയ്യാത്തെ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യാം. സോ നിങ്ങൾക്കറിയാം ഇന്ന് മൺഡേ ആണ്, ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മുടെ ഓസ്റ്റിൻ സാർ നല്ലൊരു സെഷൻ ആയിട്ടാണ് അല്ലെ, കർമ്മ. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏറെക്കുറെ ആളുകൾക്കും കുറിച്ച് അറിയായിരിക്കും, കർമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. പറഞ്ഞു കേട്ടതോ വായിച്ചറിഞ്ഞതോ ഒരുപാട് അറിഞ്ഞതുണ്ടായിരിക്കല്ലോ. സോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ സാറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ കർമ്മയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സാർ, പ്ലീസ് വെൽക്കം. Thank you so much. Thanks a lot. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ ട്ടോ. എന്നെ co-host ആക്കാവോ? ഓക്കെ സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഒരു റെയിനി മോർണിംഗ്, എല്ലാവർക്കും നല്ല മഴയാണെന്ന് തോന്നുന്നു. ഇവിടെയും നല്ല മഴയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല മഴയുണ്ട്. ഇന്നാണ് എനിക്കൊരു ക്ലാസ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓഫ്ലൈൻ ആയിട്ട് എറണാകുളത്താണ്. ഞാൻ എന്താവുന്ന പറഞ്ഞോടാ, ഇത്രയും ലോങ് പോകാനുണ്ട് കുറച്ച്. റോഡ്സിന്റെ ഒക്കെ അവസ്ഥ പറഞ്ഞോടാ, വെള്ളക്കായൊന്ന്. കാര്യം മഴ നിന്നിട്ടില്ല. അവിടെ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഭാഗത്തൊക്കെ മഴയുണ്ടോ? സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണല്ലേ? മഴ സ്ട്രോങ് റെഡ് അലർട്ട്. റെഡ് അലർട്ട്. എവിടെ? മലപ്പുറം, കോഴിക്കോടാ? കോഴിക്കോട് നല്ല മഴ ആണോ? അല്ല, ഇന്നലെ ഉച്ചക്ക് എനിക്ക് തോന്നുന്നു ആകെ 2 വിദ്യാഭ്യാസ ജില്ലയാ അവധി ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം ആയപ്പോഴേക്കും 10 അതുപോലെ വയനാട് മാത്രം റെഡ് അലർട്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു രാത്രി ആവാറായപ്പോഴേക്കും ഫുൾ റെഡ് അലർട്ടായി. നൈറ്റ് നല്ല മഴയായിരുന്നു. എറണാകുളത്തും അല്ലേ? എനിക്കറിയില്ല, ഇനി എറണാകുളം വരണം, അതാണ് എന്റെ ഒരു ടെൻഷൻ. കൃഷ്ണമൂർത്തി സാറേ, എന്തായാലും നല്ലൊരു തണുത്ത മോർണിംഗ്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഞാൻ കർമ്മയെ കുറിച്ചാണ് എടുക്കുന്നത്. കർമ്മയെ കുറിച്ച് വലിയ ആധികാരികമായിട്ടല്ല, കാര്യം ഇവിടെ മുഫീദ പറഞ്ഞ പോലെ എല്ലാവർക്കും കർമ്മയെ കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു. അറിയോ? കർമ്മയെ കുറിച്ച് അറിയാമെന്ന് എല്ലാവരും പറഞ്ഞല്ലോ. അപ്പൊ ആരെങ്കിലും എന്താണ് കർമ്മ എന്നൊന്ന് പറയാമോ? അങ്ങനെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു. ആരാദ്യം പറയുന്നത്? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. അതിന്റെ അർത്ഥം കൂടെ ഒന്ന് പറയൂ സാറേ. കർമ്മം ചെയ്യുക, അതിന്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. കൃഷ്ണൻ അർജുനനോട് മഹാഭാരതത്തിൽ പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിലൊരു വലിയ സ്റ്റാൻസ് ആണ്. ഓ, ഗ്രേറ്റ്, ഗ്രേറ്റ്, ഗ്രേറ്റ്. വേറെ ആരെങ്കിലും? ബഷീർ സാർ, താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും? നമ്മൾ പ്രവർത്തിക്കുക, അതിന്റെ ഫലം എന്ത് എന്നുള്ളത് ചിന്തിക്കേണ്ട. കാണുന്നതിന് പ്രവർത്തിക്കുക, കർമ്മം ചെയ്യാറുണ്ട്. ഓക്കെ, ഓക്കെ. വേറെ ആരെങ്കിലും? താങ്ക് യു അബ്ദുൾ സാർ. കർമ്മം ചെയ്യാം. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. വെള്ളിയാഴ്ച കൂടാതെ ഉള്ള കർമ്മം ചെയ്യാം. ഓക്കെ, ഗ്രേറ്റ്. ഷൈനി? വേറൊരു കർമ്മയും കൂടെ പറയുന്നില്ല മാം സാറ്? അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ തിരിച്ച് വരുമെന്നുള്ളത് കർമ്മ എന്നുള്ള രീതിയിൽ. അത് തന്നെ സംഭവം. നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും, ചീത്ത ചെയ്താൽ ചീത്ത ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഷൈനി. നമുക്ക് എന്തായാലും ഒരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് തുടങ്ങാം. ഒരു വളരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് പേരെങ്കിലും. ഞാൻ തന്നെ ഈ ക്ലാസ്സിൽ കാണിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇതൊരു പോസിറ്റീവായിട്ട് നമുക്ക് വരുന്ന ഒരു വീഡിയോ ആണ്. സെക്കൻഡ്. ഒറ്റ സെക്കൻഡ്. കാര്യം ഞാനത് കുറച്ച് ക്ലാസ്സിൽ ഈ സാധനം കാണിച്ചിട്ടുണ്ട്. വളരെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് തുടങ്ങാം.
എങ്ങനെയുണ്ട് ഈ വീഡിയോ? എങ്ങനെയുണ്ട്? ഹലോ, നന്നായിട്ടുണ്ട് സാർ. ഓക്കെ. നമ്മൾ ഇതിനകത്ത് കണ്ടു ഒരു പാവപ്പെട്ട പയ്യനാണ്, വലിയ റിച്ച് ഒന്നുമല്ല, പക്ഷെ അവനെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇത് ശരിക്കും ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, ഒരു തായ് ഇൻഷുറൻസിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ റൈറ്റിംഗ്സ് വായിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹീസ് നോട്ട് റിസീവിങ് എനിത്തിങ്, ഓൺലി ഇമോഷൻസ്. ലൈക്ക് കുറച്ചു പേരുടെയൊക്കെ ചിരി, അല്ലെങ്കിൽ കുറച്ച് ഒരു ഇപ്പൊ അറിയാലോ ഡോഗ് കൂടെ വരുന്നു, അവൻ ആ തുടക്കം കാണിക്കുന്ന ഒരു ചെടി വെള്ളത്തിലേക്ക് പ്രസൻസിലേക്ക് മാറ്റി വെക്കുന്നതാണ്. അപ്പോ എന്റെ അമ്മയ്ക്കും അതിനകത്ത് ഇലകൾ വരുന്നു, അതിനകത്ത് പൂമ്പാറ്റകളൊക്കെ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വരികയാണ്. അപ്പം നമ്മള് ഈ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കർമ്മം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ കൂടുതലും പഠിച്ചിരിക്കുന്നത് വെച്ചാൽ നിഷ്കാമ കർമ്മം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, കൂടുതൽ പേരെങ്കിലും. ലൈക്ക് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നേരത്തെ ഷൈനി മാം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ റസാഖ് സാർ ആഡ് ചെയ്തതുപോലെ, നമ്മൾ പ്രതീക്ഷിക്കണം. എന്ത് പ്രതീക്ഷിക്കണം? നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു ബൂമറാങ് പോലെ ഈക്വൽ ആൻഡ് ഓഫ് എന്താ പറയാ കറക്റ്റ് പ്രപ്പോർഷൻസിൽ നമ്മിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചേ പറ്റൂ. കാരണം നമ്മുടെ ലൈഫിന്റെ ഒരു തിയറി അങ്ങനെയാണ്. നമുക്കറിയാം ന്യൂട്ടന്റെ ഒരു ലോ ഉണ്ട്. ന്യൂട്ടന്റെ ഒരു തേർഡ് ലോ ആർക്ക് പഠിക്കാൻ പറ്റും? പഠിച്ചവർ എത്ര പേരുണ്ട്? For every action there is an equal and opposite reaction. Very good, sir. Yeah, that is the sharpness of brain of Bushi, sir. വേറെ ഒരാൾക്കും പറയാൻ പറ്റൂല. ഇത്ര എങ്ങനെയാ സാർ ഇതൊക്കെ ഓർത്തിരിക്കുന്നത്? എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ്. ഇത് പുള്ളി പറഞ്ഞത് കർമ്മയായിട്ട് ബന്ധപ്പെട്ടൊന്നല്ല. ആള് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു ആക്ഷൻ ചെയ്താലും അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ് എന്തായാലും ഉണ്ടാകുമെന്ന് ന്യൂട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ചെയ്യുന്നതിന് ഈക്വലന്റ് ആയിട്ടൊരു കാര്യം എന്റെ ലൈഫിൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ നമ്മൾ ഓരോ കർമ്മം ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ, ഇപ്പൊ അർജുനോട് കൃഷ്ണൻ പറഞ്ഞത് എന്താണ്? നീ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ കൊടുക്കുന്ന ആളുകളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കൊടുക്കുന്ന ആളുകളിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ചിലപ്പോ നമ്മൾ സഹായം ചെയ്യുന്ന ഒരാളായിരിക്കും നാളെ നമ്മളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ അയാളായിരിക്കും. ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ ചിലപ്പോൾ അവന്റെ ഏറ്റവും കഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ അവനെ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ അവൻ സാമ്പത്തികമായിട്ട് ഉയരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്കായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, ദൈവമേ എന്റെ കർമ്മമൊക്കെ വേസ്റ്റ് ആയി പോലെ, ഞാൻ ഇയാൾക്ക് ഇത്ര നല്ലത് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ഗതികേടാണല്ലോ വന്നതെന്ന് സങ്കടപ്പെടേണ്ടി വരും. പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്ത ഒരു കർമ്മവും വെറുതെ പോകുന്നില്ല. ഈ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു വിത്താണ്. ആ വിത്ത് ഈ യൂണിവേഴ്സൽ, ഈ പ്രപഞ്ചത്തില് ദൈവത്തിന്റെ സന്നിധിയിൽ അതിങ്ങനെ വീഴുകയും മുളയ്ക്കുകയും വളരുകയും 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആയിട്ട് നമുക്കത് തിരിച്ചു വരികയും ചെയ്യും. ദാറ്റ് ഈസ് ഷുവർ, പ്യുവർ ഷുവർ. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ ആയിരിക്കില്ല തിരിച്ചറിയുന്നത്. പക്ഷെ പ്രപഞ്ചം നമുക്ക് 10 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ഇപ്പൊ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ തിരിച്ച് അയാളോട് മോശമായിട്ട് പെരുമാറുമോ? അയാൾ മോശമായിട്ട് നമ്മളോട് ചെയ്യുന്നത് അയാളുടെ കർമ്മമാണ്. പക്ഷെ തിരിച്ച് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് അത് നമ്മുടെ കർമ്മമാണ്. വൈൻ ഡെയർ എന്നുള്ള പ്രശസ്തനായ മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞത്, ഹൗ പീപ്പിൾ ട്രീറ്റ് യു ഈസ് ദെയർ കർമ്മ, ഹൗ യു റിയാക്ട് ഈസ് യുവേഴ്സ്. ഒന്നുകൂടി പറയാം, ഹൗ പീപ്പിൾ ട്രീറ്റ് യു ഈസ് ദെയർ കർമ്മ, ഹൗ യു റിയാക്ട് ഈസ് യുവേഴ്സ്. നമ്മളോട് ഒരാൾ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഞാൻ അയാളോട് മോശമായി പെരുമാറുന്നതെന്ന് പറയാൻ നമുക്ക് ഒരു ന്യായവുമില്ല. ഞാൻ ഇത് ഉപദേശിക്കുമ്പോൾ പോലും ഞാൻ പോലും അങ്ങനെയല്ല എന്ന് എനിക്ക് തന്നെ തിരിച്ചറിവുണ്ട്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും ക്ലാസ് കേൾക്കുന്നതും ക്ലാസ് എടുക്കുന്നതും നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനും കുറച്ചും കൂടി നന്നാവാനും വേണ്ടിയിട്ടാണല്ലോ.
അപ്പോ ഈ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എന്റെ ലൈഫിൽ മാറ്റാൻ വരുത്താൻ തുടങ്ങി. കാരണം ആളുകൾ എന്നോട് പെരുമാറുന്നതല്ല ഞാൻ തിരിച്ചു പെരുമാറേണ്ടത്, മറിച്ച് എന്റെ കർമ്മം, എന്റെ ചിന്ത അനുസരിച്ചാണ് ഞാൻ അവരോട് പെരുമാറണ്ടേ എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കാരണം നമ്മൾ ചെയ്യുന്നത്, മറ്റുള്ളവർ ചെയ്യുന്നതിന് ഒരു പ്രതിഫലവും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ കർമ്മത്തിന് നമ്മൾ ഒരു കാര്യം എടുക്കേണ്ടതില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു വൈഫിന്റെ വീടിന്റെ അടുത്തുള്ള കുറച്ച് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ച് ചേട്ടൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പൊ അവിടെ ഇപ്പോഴും ഒരു സ്ഥലത്തിന്റെ പ്രശ്നമാണ്. സ്ഥലത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാല് അവിടെ സ്ഥലത്തിന് വഴി കൊടുത്തില്ല എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സ്ഥലമൊക്കെ ഇവരുടെ അപ്പന്റെ കയ്യിൽ നിന്ന് അങ്ങനെ എന്താ പറയാ പ്രോപ്പറായിട്ട് വാങ്ങിയതൊന്നുമല്ല. തല്ലിട്ട് അപ്പൻ വയ്യാണ്ട് കിടക്കുമ്പോ പോയി നിർബന്ധിച്ച് മറ്റേ തമ്പൊക്കെ വെപ്പിച്ച് നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരന്, ഇവരുടെ അപ്പച്ചന് സങ്കടം വരികയും അയാളുടെ BP കൂടി അയാൾ കിടപ്പിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും രസം വെച്ചാല് ഇപ്പൊ അതൊക്കെ എഴുതി വാങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് ഈ മനുഷ്യന്, എഴുതി വാങ്ങിയ മനുഷ്യൻ, രണ്ടുപേരും മെയിനായിട്ട് ഇവർ രണ്ടുപേരും ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്ഥലം കിട്ടി അവിടെ കിടക്കുന്നല്ലാതെ അവരുടെ കുടുംബത്തെ ഓരോന്നിലും പ്രശ്നങ്ങളാണ്. ഈ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്ന 10-20 വർഷമായി പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ കിടപ്പിലായി പോയിട്ട് ഒരു സന്തോഷവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോഴും അയാൾ പറഞ്ഞൊരു കാര്യം, മക്കളും ഈ പറഞ്ഞ ഒരു 1/2 ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കാൻ, 1 ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കിടന്ന് തല്ലി പിടിക്കുന്ന കാണുമ്പോൾ സങ്കടം വരുന്നു എന്നാ പറഞ്ഞു. ഞാനും കാണാറുണ്ട് അവിടെ. ചെറിയ ഒരാള് കുറച്ചൊന്ന് വഴികൾ വിട്ടുകൊടുത്താൽ കുറെ പേർക്ക് വഴിയാവും, അതോടുകൂടി ആ സ്ഥലത്തിന്റെ വില കൂടും, പക്ഷെ കൊടുക്കില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ അവരങ്ങനെയല്ലേ ചെയ്തത്, ഇവരിങ്ങനെയല്ലേ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലുമല്ല. കാരണം വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ നന്മ പ്രവൃത്തിയും ഈ ഭൂമിയിൽ ഒരു വിത്ത് പോലെ പതിക്കുകയും ആ വിത്ത് വളരുകയും നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു 10 ഇരട്ടി പ്രതിഫലം നമ്മളിലേക്ക് വരികയും ചെയ്യും. അത് ഡാം ഷുവറാണ്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു മെസ്സേജാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചില ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് ദാനം ചെയ്തിട്ടും എനിക്കൊന്നും തിരിച്ചു കിട്ടിയില്ല, ഞാൻ ദാനം ചെയ്ത് മുടിഞ്ഞു പോയ ഒരാളാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ. അവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ഒരു 10 ഇരട്ടി നമുക്ക് പ്രപഞ്ചത്തോട് റിക്വസ്റ്റ് ചെയ്യാം, ക്ലെയിം ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരാളെ സഹായിക്കുന്നു, ഒരു കാര്യമില്ലാണ്ട് ഒരാളെ സഹായിക്കുന്നു, നമുക്കറിയാം ദൈവമേ ഇത് എനിക്ക് തോന്നുന്നു മുസ്ലിംസിലൊക്കെ ആ ഒരു എന്താ പറയാ അങ്ങനെ ഒരു ആയത്തോ കോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ നമ്മള് അള്ളാഹുവിനാണ് കടം കൊടുക്കുന്നത്. അള്ളാഹു ഇല്ലേ റസാഖ് സാറേ, എന്താണത് ഒന്ന് പറയാവോ? ആ ഒരു കോട്ട് പറയാവോ? കലവേഷി സാർ അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മളതിലൊരു കോട്ടുണ്ട്. ആര് അള്ളാഹുത്തിൽ കടം കൊടുക്കുന്നോ അവന്റെ കടം ഇരട്ടിയായിട്ട് അവൻ തിരിച്ചു നൽകും. യെസ്. അപ്പൊ നമ്മള് കൊടുക്കുന്നതൊക്കെ നമ്മൾ എന്ത് കൊടുത്താലും അത് ദൈവത്തിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വ്യക്തികളോടല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഉപദ്രവിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു ലൂപ്പില് പെട്ടുപോവുകയാണ്. അതിന്റെ പ്രതിഫലം നമുക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇന്നലെ ഈ ഒരു ടോപ്പിക്ക് പറയാൻ വന്നപ്പോ ഇന്നലെ ഞങ്ങളുടെ കാറ്റഗിക്സ്, ഞങ്ങളുടെ വേദോപദേശ ക്ലാസ്സിൽ ഞാൻ നോക്കുമ്പോ ഒരു പയ്യൻ, വലിയ പ്രായമൊന്നുമില്ല, ആ പയ്യൻ ഒരുത്തനെ പിടിച്ച് തലക്കിടിച്ചില്ല. അവന്റെ തന്നെ വല്യപ്പന്റെ അപ്പന്റെ ചേട്ടന്റെ മകനെയാണ് തലക്കിടിച്ചിട്ട് ആ ചെക്കൻ തല കെറിങ്ങിരിക്കുക. അവൻ തിരിച്ചു തല്ലാൻ വേണ്ടി നടക്കാം, അവൻ ഗ്യാപ്പ് ഇട്ട് തിരിച്ചു. അപ്പൊ ഞാൻ കുറെ പിടിച്ചൊക്കെ മാറ്റി. അത് ഞാൻ അവരുടെ ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് ഒരു ചാൻസ് കിട്ടി. അപ്പൊ ഞാൻ ക്ലാസ്സിൽ പോയപ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞു. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം. അല്ല സാറേ, അവൻ എന്നോട് കാണിച്ചത് പറഞ്ഞാൽ ഞാൻ എന്നെ ഡെയിലി തല്ലേണ്ടി വരും. കാര്യം ഈ ഇടി കൊണ്ടവൻ ഇങ്ങനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പൊ ഇടിച്ചവൻ ആണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഷോർട്ട് ടെമ്പേർഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവൻ ഇടിച്ചത്. എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്രത്യേകിച്ച് ഈ മാജിക്കിലുള്ള നമ്മളൊക്കെ നമ്മൾ ശ്രമിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാല് നല്ല വിത്തുകൾ ഇങ്ങനെ ഭൂമിയിൽ പതിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ കർമ്മ മേഖലയിൽ പതിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇനി ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സങ്കടവും കൺഫ്യൂഷനും ഒക്കെ ഉള്ള ഒരു സാധനം എന്താണ്, എനിക്ക് ഇന്ന റിലേഷൻഷിപ്പ് ഉണ്ട്, എനിക്ക് അല്ലെങ്കിൽ എന്റെ വൈഫ് ശരിയല്ല, ഭർത്താവ് ശരിയല്ല, ഞാൻ ചൂടായി പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്താ പറയാ എന്റെ ഓഫീസേഴ്സ്
ശരിയല്ല, അവരെന്നോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു, അപ്പൊ ഞാൻ തിരിച്ച് എങ്ങനെ മനസ്സുകൊണ്ട് നല്ലത് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവായിരിക്കാം. കർമ്മം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നല്ലത് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ എപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഇതിനകത്ത് ഇരിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമുക്ക് നമ്മളോട് മോശമായിട്ട് പെരുമാറില്ല, നന്നായിട്ട് പെരുമാറണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മോശമായിട്ട് ഒരിക്കലും പെരുമാറരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ആളുകൾ നമ്മളെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ ബോസ് എപ്പോഴും വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ മക്കള് ശരിയല്ല, മക്കള് ഇങ്ങനെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹസ്ബൻഡ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വൈഫ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ എങ്ങനെ ചീത്ത പറയാതിരിക്കും എന്ന് പറയുന്നവർക്ക് ഉള്ളൊരു സൊല്യൂഷനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സൊല്യൂഷനാണ്, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഹോപ്പോണോപ്പോണോ എന്ന് പറയുന്ന ഒരു മന്ത്രം. നിങ്ങൾക്ക് ആരുമായിട്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടോ? ആരുമായിട്ടും പ്രശ്നമുണ്ടോ? പ്രത്യേകിച്ച് നിങ്ങളെ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തുന്ന ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ ഒരാളായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടായി, അയാള് നിങ്ങളെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വഴക്ക് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യണമെങ്കിൽ എന്താണ് ആ ഹോപ്പോണോപ്പോണോ മന്ത്രം? ഇവിടെ ഉള്ളവർ പഠിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഏതാണ് 4 പ്രയർ? I am sorry, please forgive me, thank you, I love you. ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? ഉപയോഗിച്ചവരുണ്ടെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് എന്നോട് പറയാമോ? ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. സാറ് റിലേഷൻഷിപ്പിനാണോ ഏതിലാണ് ഉപയോഗിക്കാറ്? ബാഡ് റിലേഷൻഷിപ്പ് പണ്ടുണ്ടായിരുന്നു, അതൊക്കെ നന്നാക്കി. റിലേഷൻഷിപ്പ് ആണല്ലോ അല്ലെ സാറെ പറഞ്ഞത്? എനിക്ക് ക്ലിയർ ആയില്ല, എന്താ പറഞ്ഞത്? പണ്ട് സംഭവിച്ച കുറെ ബാഡ് റിലേഷൻഷിപ്പ് ഉണ്ട് എപ്പോഴും. അപ്പൊ അത് നന്നാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ മനസ്സിൽ ഇത് കരുതിയും കൊണ്ട് ചെയ്യും. വേറെ ആരാ ഉപയോഗിക്കുന്നത്? ഞാൻ ചെയ്തിരുന്നു അത്. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഉപയോഗിക്കാറുണ്ട് സാർ. ഇതിന്റെ റിസൾട്ട് കൂടെ എന്ന് പറഞ്ഞു. ഉപയോഗിച്ചിട്ട് വല്ല വകുപ്പുണ്ടോ? ആളുകൾക്ക് റിസൾട്ട് ആണല്ലോ അറിയുന്നത്, ഉപയോഗിക്കുന്നതല്ലോ. നമുക്ക് ശരിക്കും പീസ് ഓഫ് മൈൻഡ് കിട്ടും. അല്ല, ആ റിലേഷൻഷിപ്പ് നന്നായോ? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ, അതെ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട് സർ. പിന്നെ നമ്മളുടെ ചിന്തകളാണ് ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പിനെ കൂടുതൽ എന്താ പറയാ പ്രോബ്ലത്തിലേക്ക് അങ്ങോട്ട് മാറ്റുന്നത്. അതുകൊണ്ട് നമ്മളുടെ ചിന്തകൾക്ക് തന്നെ ഒരു പ്യൂരിഫൈ വരും. ഇത് പറയാം, അതിലൂടെ നമുക്ക് ആ ഒരു ലോ ഓഫ് അട്രാക്ഷനും എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്തൊരു പാർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവര് തന്നെ നമ്മളെ വിളിച്ചു സോറി പറഞ്ഞു. ഓക്കെ, അപ്പൊ അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നി. കാരണം നല്ല ഒട്ടും മിണ്ടാതെ, എനിക്ക് തോന്നുന്നു 1.5 year ഒക്കെ ഒട്ടും മിണ്ടാതിരിക്കുന്ന ആൾക്കാർ നമ്മളെ തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. അപ്പൊ അതൊരു വലിയ കാര്യമായിട്ട് തോന്നി. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ. വെരി ഗുഡ്. ഇത് ബാക്കി ഉപയോഗിക്കാത്തവരോട് എനിക്ക് പറയാനുള്ള 4 പ്രയർ ഇതാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നമുക്കറിയാലോ, ഐ ആം സോറി എന്ന് പറയുമ്പോൾ നമ്മള് അതിന്റെ റെസ്പോൺസിബിലിറ്റി, അദ്ദേഹം എന്നോട് മോശമായതിന്റെ റെസ്പോൺസിബിലിറ്റി എന്റെ ചിന്തകളോ എന്റെ കുടുംബക്കാരുടെ ചിന്തകളോ അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരുടെ പ്രവൃത്തികളോ ഇതുകൊണ്ടൊക്കെയാണ് അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറുന്നത്. അല്ലാതെ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു പവർ ഇല്ല, എന്റെ ചിന്തകളാണ് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് എന്നുള്ള ശക്തമായ ബോധം നമുക്ക് വേണം ഐ ആം സോറി എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് എനിക്ക് തെറ്റിപ്പോയി എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്, അല്ലാണ്ട് ഞാൻ ശരിയാണ് അയാൾ തെറ്റാണെന്നുള്ളതല്ല. 2, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രപഞ്ചത്തോടും അയാളോടും ചോദിക്കുകയാണ്. 3ാമത്തെ പ്രയർ താങ്ക് യു എന്ന് പറയുമ്പോൾ അദ്ദേഹം നമുക്ക് പുറത്തു തന്നു, അല്ലെങ്കിൽ പ്രപഞ്ചം, ദൈവം എനിക്ക് പുറത്തു തന്നു എന്നുള്ള സന്തോഷത്തിലാണ് നമ്മൾ താങ്ക് യു എന്ന് പറയേണ്ടത്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഐ ലവ് യു എന്ന് പറയുമ്പോൾ അയാളോടും ഈ പ്രപഞ്ചത്തോടുമുള്ള നമ്മുടെ അളവറ്റ സ്നേഹം, ഐ ലവ് യു എന്നുള്ള ഒരു രീതിയിൽ വേണം നമ്മൾ ഈ പ്രയർ ചെല്ലാൻ. വെറുതെ ചൊല്ലിക്കഴിഞ്ഞാൽ അത്ര എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് മനസ്സിലാക്കി നമ്മൾ ചെയ്യില്ല എന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര രസമാവും. ഞാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് 120% റിസൾട്ട് ഉള്ള. എനിക്കൊക്കെ 1 നൈറ്റിലൊക്കെ റിസൾട്ട് ഒക്കെ വരും. 1 നൈറ്റിലൊക്കെ. ഇപ്പൊ വൈഫൊക്കെ ആയിട്ട് നല്ല ഉടക്കൊക്കെ ഉണ്ടായെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാനായിട്ട് നേരിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഒരു പ്രയറൊക്കെ ചൊല്ലിക്കടന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കും വളരെ ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് വരും. ഞാനൊരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു അളിയൻ ഇതുപോലെ അവരുടെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്ന് ചെന്ന സമയത്ത് എന്നെ ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു. പുള്ളിയുടെ വീട്ടിലേക്ക്, അതായത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി ചോദിച്ചില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചില്ല. പെങ്ങളുടെ വീട്ടിൽ നമ്മൾ വെള്ളപ്പൊക്കം വന്നപ്പോ എന്റെ അപ്പനും അമ്മയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പുള്ളി എന്നെ ഒത്തിരി വഴക്ക് പറയുന്ന പോലെ സംസാരിച്ചു.
പുള്ളിയുടെ എന്തോ ഈഗോ അടിച്ച് പറ്റിയതാണ്. പക്ഷെ അന്ന് ആ രാത്രി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഞാൻ അന്ന് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് ഈ ഹോപ്പോണോപ്പോണോ പ്രയർ ആണ്. അന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് എന്റെ അമ്മേനെ അപ്പനെയും കഴിപ്പിച്ചു. കാരണം അവര് വിശ്വസിക്കില്ല ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് രാത്രി ഇറങ്ങാൻ പോണ സമയത്താണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഈ ഹോപ്പോണോപ്പോണോ പ്രയർ വന്നത്. കാര്യം ഞാൻ ആ രാത്രി ഇറങ്ങിക്കഴിഞ്ഞ കാര്യം അവരുടെ അളിയന് മാത്രം അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ വല്യപ്പന്മാരും ബന്ധുക്കളും എല്ലാവരുമായിട്ടൊക്കെ ഞാൻ നല്ല കണക്ഷനാണ്. അപ്പൊ ഞാൻ അന്ന് ആ രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറാനുള്ള ഒരു സാഹചര്യം നിൽക്കുകയാണ്. അപ്പൊ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യനെയും പിള്ളേരെ കൊണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു വലിയൊരു കുടുംബകാലവും ആ കുടുംബങ്ങൾ തമ്മിൽ ബ്രേക്ക് ആവാനുള്ള സാധ്യത. പക്ഷെ ആ രാത്രി അത്രയും ഞാൻ അപമാനിക്കപ്പെട്ടിട്ടും ഞാൻ അവിടെ ഒരു സൈഡിൽ മാറി നിന്ന് ഈ ഹോപ്പോണോപ്പോണോ പ്രയർ ചൊല്ലി ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ളത്. ഞാൻ ആ രാത്രി നിന്നും പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി. നേരത്തെ ദിവ്യൊക്കെ പറഞ്ഞ പോലെ വിത്തിൻ 3 days 3 ദിവസം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി. അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു എന്റെ തെറ്റാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ വിളിക്കാതെ വന്നത് എന്റെ തെറ്റാണെന്നുള്ള രീതിയിൽ തന്നെ ഈ ഹോപ്പോണോപ്പോണോ പ്രയർ ആയിട്ടില്ല, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് അയച്ചില്ല അളിയനായതുകൊണ്ട്. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. പക്ഷേ ഇത് സംഭവിക്കാൻ എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചയാണ്. പക്ഷെ തിങ്കളാഴ്ച രാവിലെ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് കുറെ സോറി പറഞ്ഞു. അത് ഞാനിങ്ങനെ ആ സമയത്ത് എനിക്ക് എന്തോ ഈഗോ അടിച്ചിട്ട് പറഞ്ഞതാണ്, എന്നോട് ക്ഷമിക്കണം, എന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ്, അങ്ങനെ മനസ്സിൽ വെക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇന്നും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായി പോകുന്നു. അത് മാത്രമല്ല അദ്ദേഹമായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് കൂടി. കാരണം അതിനുശേഷം ഇപ്പൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു സഫോക്കേഷൻ അല്ലേ, മറ്റേത് ശരിക്കും സത്യം പറഞ്ഞാൽ അയാളൊരു നല്ല മനുഷ്യനാണ്. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളിക്ക് എന്തോ ഈഗോ ക്ലാഷോ എന്തൊക്കെയോ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് പോകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ കാര്യങ്ങളും ടെക്നിക്സും ഒക്കെ നമുക്ക് അറിയാവുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനാണ്. അല്ലാതെ നമ്മൾ ഈ സാധനമൊക്കെ കയ്യിൽ പിടിച്ചു വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു വിഷമത്തില്, ആളുകളായിട്ടുള്ള പ്രശ്നത്തിന്റെ ബുദ്ധിമുട്ടില് ഒക്കെ ജീവിക്കുന്നതിന് നല്ല ഇതൊക്കെ ഉപയോഗിച്ചുകൂടെ, എടുത്ത് ഉപയോഗിച്ചുകൂടെ? പിന്നെ നമ്മൾ വാക്കുകൾ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കപ്പെടാതെ ഉപദേശിച്ച ഒരാളെ നന്നാക്കാൻ പറ്റൂല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയൊരു പാഠമായിരിക്കും. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അയാളെ പോയിട്ട് ഉപദേശിച്ച് അങ്ങ് നന്നാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാള് പോലും ഉപദേശം കേട്ട് നന്നാവൂല. കാര്യം അയാള് അത് കേൾക്കുമ്പോ അയാളുടെ മനസ്സിൽ ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാവും. അയ്യോ അത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, താൻ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ, തനിക്കത് മനസ്സിലാവൂല എന്നൊക്കെ. അപ്പൊ നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഞാൻ പലപ്പോഴും ഫെയിൽ ആവണ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപദേശിച്ച് നന്നാക്കാൻ നിൽക്കണം. അങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് മോശമായ ആൾക്കാരെ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക, എവിടെയെങ്കിലും ഇരിക്കുക, അദ്ദേഹത്തെ അവരെ മനസ്സിൽ കാണുക, നമ്മൾ ഈ പ്രയർ ചെല്ലുക. ഒരു 108 ആണ് നോർമലി പറയുന്നത്. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ ജപിക്കുന്ന പോലത്തെ സാധനം. എനിക്ക് തോന്നുന്നു മുസ്ലിംസിന്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ എത്ര മണികളാണുള്ളത്? നിങ്ങളുടെ കയ്യിലുള്ള എത്ര മണിയായിരിക്കും ഒരു മാലയില്? 33, 101 ഒക്കെ ഉണ്ട്. 101 ഒക്കെ ഉണ്ട്. എന്റെ കയ്യിലുള്ളത് 100 ആണ്. 100 മണികളുള്ള ഒരു മാല ഞാൻ എന്റെ അമ്മ ഉണ്ടാക്കി തന്നതാണ്. അപ്പൊ എന്റെ അതാണ് ഞാൻ 108. 108 ഉണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്റെ 100 ആണ്. അപ്പൊ ഞാൻ 100 വെച്ച് നിർത്തും. കാര്യം ഇതിന്റെ 100 മണിയുള്ളതുകൊണ്ട് ഞാനത് നിർത്തും. അപ്പൊ രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കിടക്കുന്നതിലൊക്കെ മുമ്പ് ഞാനത് ചെയ്യാറാണ്. സോ ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അത് നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ കൊടുക്കുന്നതിന് കിട്ടും. നമ്മള് പണത്തിന്റെ കാശ് കിട്ടിയപ്പോ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മിഡാസ് ടച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ വാട്ട് വി ഗിവ് ഗെറ്റ്സ് ബാക്ക്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം. കാരണം അനുഭവങ്ങളാണല്ലോ എല്ലാവരുടെയും വലിയ കാര്യം. എനിക്ക് പരിചയമുള്ള ഒരു പയ്യൻ, ഞാൻ റേക്കി പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോ അവിടെ വെച്ചൊരു പരിചയപ്പെട്ട പയ്യനാണ്. അവൻ ഈ തിരുമലുണ്ട്, യോഗ അറിയാവുന്ന, തിരുമാൻ അറിയാം, യോഗ അറിയാം, പിന്നെ വേറെ എന്തൊക്കെയോ അറിയാം, സ്പായിൽ അറിയാം. എത്രയോ വർഷമായിട്ട് ജോലി ചെയ്യാം. പക്ഷെ ഇവന് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. പിന്നെ അവൻ പറയും എവിടെ പോയാലും അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ആ പയ്യൻ എന്നെ വിളിക്കും, ഞാനും വിളിക്കും. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 4-5 കൊല്ലമായി പരിചയപ്പെട്ടിട്ട്. അന്ന് ഒരു ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ബട്ട് സ്റ്റിൽ ഹി കീപ്സ് ദാറ്റ് റിലേഷൻഷിപ്പ്. പിന്നെ അവനൊരു സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ ഞാൻ ചെറിയൊരു പൈസ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അവനൊരു പുതിയ സ്ഥലത്താണ്. അപ്പൊ അവൻ അവിടെ ചെന്നിട്ട് അവൻ എന്നും പറയും ഇങ്ങനെ, ചേട്ടാ പൈസ ഇല്ല ചേട്ടാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്നപ്പോ പറഞ്ഞു, ചേട്ടാ ഞാനിവിടെ യോഗ ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ ടിപ്പൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല. കാര്യം ഇവിടെ ശമ്പളം കുറവാണ്, ടിപ്പാണ് മെയിനായിട്ട് കിട്ടേണ്ടത്, അത് കിട്ടുന്നില്ല. ഈ വരുന്ന സായിപ്പന്മാരാണോ ഒക്കെ ഏതോ രാജ്യം പറഞ്ഞു പുള്ളി, നമ്മുടെ അമേരിക്ക ഒന്നല്ല, അവരൊക്കെയാണെങ്കിൽ എന്തായാലും കൊടുക്കും, ഇത് വേറെ ഏത് രാജ്യം. അപ്പൊ അവരെ ഇവിടെ തന്നെ നന്നായിട്ട് ഇവര് പിഴിയുന്നുണ്ട്, അതുകൊണ്ട് പോകാൻ നേരത്ത് പൈസ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അവനോട് നമ്മൾ ഈ നിരാസിലൊക്കെ പറഞ്ഞ ഒരു ടെക്നിക്ക് പറഞ്ഞാൽ കിട്ടുന്നതിൽ ഒരു പെർസെന്റേജ് നീ വേറെ ആർക്കെങ്കിലൊക്കെ കൊടുക്കും. എന്നിട്ട്
നീ ഇങ്ങനെ ക്ലെയിം ചെയ്യും, ഒരു 10% 10 ടൈംസ് നീ ക്ലെയിം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവനോട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ക്ലാസ് എല്ലാം വളരെ ഫ്രണ്ട്ലി വേയിലൊക്കെ അവനോട് സംസാരിച്ചിരുന്നു. അപ്പൊ ഒരു ദിവസം വൈകുന്നേരം 9:10 മണിക്ക് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ എടുത്തില്ല, ഞാൻ അന്ന് കുറച്ച് നേരത്തെ കിടന്നായിരുന്നു, ഒരു 9:30 ഒക്കെ ആകുമ്പോൾ. ഇന്നലെയാണ് മിനിഞ്ഞാന്നാണ് അവൻ വീണ്ടും വിളിച്ചു. ഞാനത് തിരിച്ചു വിളിക്കാനായിട്ട് മറന്നുപോയി. അപ്പൊ അവൻ എന്നെ തിരിച്ചു വിളിച്ചു, ചേട്ടാ ഒരു ഭയങ്കര സന്തോഷമുണ്ട്, അത് പറയാൻ വേണ്ടി ചേട്ടനെ വിളിച്ചേ, ശല്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചതല്ല. അപ്പൊ നല്ലടാ, ശല്യമൊന്നുമില്ല, പക്ഷെ ഞാൻ അന്ന് കണ്ടില്ല, അതുകൊണ്ടാന്ന് തോന്നുന്നു. അവൻ പറഞ്ഞു, ചേട്ടൻ അന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ കൊടുക്കണം കിട്ടുന്നു. അപ്പൊ ഞാൻ പിന്നെ പൈസക്ക് എനിക്ക് ടിപ്പൊക്കെ കിട്ടുമ്പോൾ ഞാൻ അതിലൊരു ചെറിയ പൈസ അവിടുത്തെ ഈ ഷെഫുമാര്, ഇതൊരു ആയുർവേദ വെൽനസ് സെന്റർ ആണ്. അപ്പൊ അവിടെ ഷെഫുമാരുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ വേറെ കുറെ പേരുണ്ട്. അപ്പൊ ഇവൻ അവിടെയുള്ള റെസ്റ്റോറന്റുള്ള പയ്യന്മാർക്കൊക്കെ ഇവൻ കുറച്ച് പൈസ കൊടുക്കും. ഇത് അവരോട് പ്രത്യേകിച്ച് പറയും, എടാ ഇത് കിട്ടുമ്പോൾ തരുന്നതാണ്, നീ സ്ഥിരം പ്രതീക്ഷിക്കരുത് എന്നുകൊണ്ട് അവൻ ഒരു പെർസെന്റേജ് പൈസ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പൊ അവൻ പറയാം, ലാസ്റ്റ് ഏതൊരു സായിപ്പ് ഇതുപോലെ പോവാൻ നിൽക്കാണ്. അപ്പൊ അതിനുശേഷം ആ പിള്ളേർക്ക് ഇവനോട് ഭയങ്കര സ്നേഹമായി, ഭയങ്കര ഇഷ്ടമാണ് ഇവൻ വരാനൊക്കെ വേണ്ടി കാത്തിരിക്കും. അത് മാത്രമല്ല പൈസകൾ ഇങ്ങനെ വന്നു തുടങ്ങി. അതിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് അവൻ പറഞ്ഞൊരു എക്സാമ്പിൾ, ഒരു സായിപ്പ് ഇതുപോലെ പോവാൻ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ളവർക്കൊക്കെ ഇവര് ടിപ്പ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇയാൾ 500 വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇവനാണെങ്കിൽ അദ്ദേഹത്തിന് ആകെ 2 യോഗ ക്ലാസ് എടുത്തുള്ളൂ. ഇവൻ അവരുമായിട്ടുള്ള ബന്ധം തിരുമ്പലൊന്നും ഇല്ലാതെ ഇവൻ യോഗ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ യോഗ ക്ലാസ് ആണ് ഈ എടുത്താണ്. ഇയാൾ അവസാനം ഇവന്റെ അടുത്ത് വന്ന സമയത്ത് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റിലുണ്ടായിരുന്ന പൈസ മൊത്തം ഇവന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അത് ഏകദേശം 5000 റുപ്യ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടൂരിന്റെ ഒക്കെ കണ്ണുകളി, കാര്യം അവർക്കൊക്കെ 500 കൊടുത്തിട്ട് 2 ദിവസം യോഗ മാത്രം എടുത്ത് ഇവന്റെ കയ്യിൽ 5000 രൂപ കൊടുത്തു. അപ്പൊ ചേട്ടാ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, അത് സെറ്റാണ്, ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോ സാമ്പത്തികമായിട്ട്. അങ്ങനെ എന്താ പറയാ, അങ്ങനെ പണത്തെ കുറിച്ചുള്ള സങ്കടം കുറഞ്ഞു, എനിക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പൈസ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് കണക്ക് വെക്കി, അപ്പൊ നിനക്ക് 5000 കിട്ടില്ല, നീ എന്തായാലും 500 അടുത്ത ആൾക്ക് കൊടുക്കണം, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് വെൻ വി ഡു ദീസ് തിങ്സ് ഇറ്റ് വിൽ ഓൾവേസ് വർക്ക്. അത് ബഷീർ സാറിനൊക്കെ നന്നായിട്ട് അറിയാം. സാർ എന്റെ ലൈഫിലൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ളവരോട് സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയാത്തതാണ്, നിങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പോ ചെയ്യുന്നവർ അത് നന്നായി ചെയ്യുക, ചെയ്യാത്തവർ തുടങ്ങുക. നമ്മൾ ചെയ്യുന്ന ഏതോ ഒരു പ്രവൃത്തിക്കും നമുക്ക് പ്രതിഫലം ലഭിക്കും. ഈ പ്രവൃത്തികൾ നന്നാവണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നന്നാവണം, അതിന് നല്ല വായന വേണം, നല്ല ക്ലാസ്സുകൾ കേൾക്കണം, നല്ല രീതിയിൽ ചെയ്യണം. എന്തായാലും ബി മാജിക്കിലുള്ളവർ അതൊക്കെ അനുവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എല്ലാവർക്കും നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓവർ ടു മുഫീദ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പം കർമ്മയെ കുറിച്ച് നല്ലൊരു സെഷൻ തന്നെ ഓസ്റ്റിൻ സർ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മുഫീദ, സബ് ഗ്രൂപ്പിൽ ടീം ഉണ്ടാവും. ദിവ്യ മാമിന് പ്രീത മാമിനോട് ചോദിക്കാം. ദിവ്യ മാം സബ് ഗ്രൂപ്പിലുണ്ടോ ഫീഡ്ബാക്ക് പറയാന്? ആ കുട്ടി ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ല. ആരോടാണോ പറഞ്ഞത് അവര് അറ്റൻഡ് ചെയ്തിട്ട്. ഓക്കെ, നോ പ്രോബ്ലം, ബാക്കിയുള്ളവർ പറഞ്ഞോട്ടെ. ഓക്കെ, ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ആരാണ് ഫസ്റ്റ് പറയുന്നേ? മാജിക് മോർണിംഗ് ഓൾ. പറഞ്ഞോളൂ. ഏതായാലും ഈ നല്ല മയത്ത് നല്ല തണുപ്പിൽ രാവിലെ തന്നെ ഒന്ന് എന്താ പറയാ, നല്ല ചൂടായി. കാരണം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ മണി മാനേജ്മെന്റ് ഒക്കെ ക്ലാസ് കേൾക്കാറുണ്ട്. നമുക്ക് ഇത്ര ലക്ഷം രൂപ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയി തീരും. ചില കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. ക്ലാസ് കേട്ട് നമ്മൾ എഴുതി ചിലപ്പോൾ 5-10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൂളായിരിക്കും. പക്ഷെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ഇത് നമ്മൾ ഈ തണുപ്പത്ത് ഉറക്കമൊക്കെ ഒഴിവാക്കി ഇരുന്ന് കേട്ടതുകൊണ്ട് ഒരു കാര്യമില്ല. ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ലൈഫിൽ റിസൾട്ട് കിട്ടുള്ളൂ. അത് ഇന്നിപ്പോൾ ഇവിടെ പല ആളുകളും ഉദാഹരണം പറഞ്ഞു, അവരെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതായാലും വളരെ നല്ലൊരു ക്ലാസ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ വളരെ തണുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ കണ്ണുകളൊക്കെ ഓട്ടോമാറ്റിക്, കാതുകളൊക്കെ ഓട്ടോമാറ്റിക് തുറന്നു. അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിവേ താങ്ക് യു ഓൾ. താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓസ്റ്റിൻ സാർ നല്ലൊരു നൗഫൽ സാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയൊരു ടൂളാണ്. അതിലപ്പുറം ഈ ഫോർഗീവ്നെസ്സിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഇരുന്നിട്ട് ഫോർഗീവ്നെസ് ചെയ്യുകയാണെങ്കിൽ ആ പരിസരത്തൊന്നും ഒരാളില്ല എന്ന് ഉറപ്പ് വരുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് ഫോർഗീവ്നെസ് ചെയ്താൽ ബെറ്റർ റിസൾട്ടാണ്.
അതായത് നമ്മളെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ തട്ടുള്ളവര് തട്ടിന്റെ മുകളിലൊക്കെ ആ പരിസരത്ത് ഒരാളില്ല, എന്നെ കേൾക്കാനും കാണാനും ഒരാളില്ല എന്ന് നമുക്ക് സ്വയം ഉറപ്പ് വരുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഈ ഫോർഗീവ്നെസ്സിന് ഒരു പ്രത്യേക മൂഡ് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ ചെറിയ പ്രായത്തില് ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് നമ്മളെ സംരക്ഷിച്ച ഒരുപാട് ആളുണ്ട്. നമ്മളെ വളർത്തിയവരും അതുപോലെ തന്നെ ഭക്ഷണം നൽകിയവരും കൊണ്ടുവരുന്നവരൊക്കെ അവരൊക്കെ രോഗിയായി കിടന്നിട്ടും അതല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാനോ പോയി നോക്കാനോ അവരെ സഹായിക്കാനോ നമ്മൾ തയ്യാറായിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് ബിസി ആയിരിക്കും, നമുക്ക് പല ബിസി കാരണം. അപ്പൊ അവർക്കൊക്കെ ഞാൻ ചെയ്തതൊരു തെറ്റാണ്. കാരണം അവരൊന്ന് പോയി കാണണമായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു സഹായം ചെയ്യണമായിരുന്നു. അത് എൻ്റെ ഭാഗത്ത് വലിയ തെറ്റാണ്. ആ തെറ്റിന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ എനിക്ക് ക്ഷമിച്ച് നൽകിയതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർഗീവ്നെസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ടിലേക്ക് എത്തും എന്ന് എനിക്ക് അനുഭവത്തിലുണ്ട്. ആർക്കും ചെയ്യാം. താങ്ക് യു സാർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഹായ്, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ സാറ് പറഞ്ഞില്ല ഖുറാനിലെ ഒരു ആയത്ത്, അതെന്റെ ജീവിതത്തിന് ഏറ്റവും സ്വാധീനിച്ച. ഞാനത് പഠിച്ചത് 10-20 കൊല്ലം മുമ്പാണ്. അതിനുശേഷം ഞാനത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ട്രെമൻഡസ് ഗ്രോത്ത് ആണ് എനിക്കുണ്ടായത്, മെന്റലി ഫിനാൻഷ്യലി. അത് അതിന്റെ ഡീപ്പായിട്ട് ആ ആയത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ പോയപ്പോൾ അതാണ് ഇത്. പിന്നെ ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളിലും അത് പറയുന്നുണ്ട്, പക്ഷെ വേറെ ടേസ്റ്റ് കാണുന്നുണ്ട്. നമ്മൾ എത്ര കൊടുക്കുന്ന അതിന്റെ 10 ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു വരും. 10 ഇരട്ടി ഒന്നല്ല, അതിൽ യാത്ര ലിമിറ്റ്ലെസ് ആണ്. അത് എന്ത് കാര്യമായാലും വേറെ ഒരാൾക്ക് സേവനം ചെയ്താലും തിരക്കില്ല, ഒരാൾക്ക് സാമ്പത്തികമായി സഹായിച്ചാലും തിരക്കില്ല, ഒരാളെ ക്രിട്ടിക്കൽ മൂമെന്റിൽ അയാളെ സപ്പോർട്ട് ചെയ്താലും. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പോകും. ബാക്കിയുള്ളവർക്ക് വലിയ പ്രശ്നമായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരും, പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് സോൾവ് ആകും. അതിന്റെ ലൈഫിൽ ഒരു ലെസനാണ്. പകരം ബഷീർ സാർ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ, ബഷീർ സാർ എങ്ങനെയെങ്കിലും ആയിട്ട് കുടുങ്ങട്ടെ എന്നാണ്. ഇല്ലേ? അവരെ ബിസിനസ് എങ്ങനെയെങ്കിലും തകരട്ടെ, അതിന് പകരം ഞാൻ അവിടെ സ്വന്തമായിട്ട് ബിസിനസ് അവിടെ തുടങ്ങുക, എങ്ങനെയെങ്കിലും ആയിട്ട് നശിക്കട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക? ആൾക്ക് നല്ല ഡീപ്പായിട്ട് പോകേണ്ടത്. അത് അതിന്റെ ശേഷം 2 വാക്കുകളും ഉണ്ട്. അതെ, നല്ല, അതായത് മന്ദല്ലദീ യക്രില്ലാഹു ഖർറൻ ഹസന വയുളായിഫു ലഹു വളാഫൻ കസീറ വല്ലാഹു യക്ബിലു വയബ്സിതു വഇലൈഹി തുർജഊൻ. കൃത്യമായിട്ട്, അതായത് ദൈവമാർഗത്തിൽ ദൈവത്തിന് വേണ്ടി കടം കൊടുക്കുന്നവനായ അവന്റെ കടം ദൈവം എത്രയോ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. പിന്നെ പറയുന്നത് ദൈവമാണ് ധനം ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നത്, അവനിലേക്കാണ് നിന്റെ മടക്കവും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. എവിടെ ബാക്കിയുള്ളവരൊക്കെ? സാഹുലി ഉണ്ടല്ലോ, സാഹുലി എം ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. നന്നായിരുന്നു സർ, വളരെ നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. പിന്നെ ഫോർഗീവ്നെസ് അതൊരു നേരത്തെ എനിക്കും നല്ലപോലെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഞാനത് വളരെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Thank you so much. ക്രിസ്ത്യൻ സാർ, മാജിക് മോർണിംഗ്. മണി സാറേ, മാജിക് മോർണിംഗ്. സാർ പറഞ്ഞ മാതിരി ഓപ്പനൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിനുള്ള എഫക്റ്റും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കർമ്മത്തിന്റെ കാര്യം, നമ്മള് നിഷ്കാമ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു പ്രതീക്ഷ വേണമെന്നുള്ളതാണ്. അതിപ്പോ ഇല്ലെങ്കിലും നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് റിക്വസ്റ്റ് ചെയ്യാം, നമുക്ക് 10 ടൈംസ് നമുക്ക് വരാനുള്ള ഒരു അർഹത ഉണ്ട് എന്നുള്ള രീതിയിലാണ്.
അപ്പം മറ്റുള്ളവർക്ക് നമ്മള് അത് സാർ പറഞ്ഞതുപോലെ എല്ലാ പ്രവൃത്തിയും ഒരു വിത്താണ്. അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഗുണം സൽക്കർമ്മങ്ങളായി തന്നെ അല്ല നല്ല കാര്യങ്ങളായിട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തായാലും ശരി നമ്മൾ വളരെ നല്ല ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് നല്ല കാര്യങ്ങൾ നമുക്ക് തിരിച്ചു വരും ചെയ്യും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആയാലും ശരി എന്തായാലും ശരി നമ്മൾ ഈ ഓപ്പൺ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ക്ലിയർ ആവുകയും ചെയ്യും. അതിന് പുറമെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഏതായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. മാം ഇല്ലേ ഇവിടെ? മാം ദിവ്യ മാം പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. എന്താ പറയാ, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വളരെയധികം സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. അതാണ് കർമ്മം എന്താണ്, അതെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു രീതിയിൽ പറഞ്ഞു തന്നു. കർമ്മത്തിന്റെ യഥാർത്ഥ ഡെഫിനിഷനാണ് നമ്മൾക്ക് പല രീതിയിലൂടെ കിട്ടിയത്. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ദിവ്യ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ഷീല മാം. ഓക്കെ, നമസ്കാരം. തീർച്ചയായിട്ടും നല്ലൊരു സെഷൻ, ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ പറഞ്ഞതുപോലെ വളരെയേറെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സംഗതിയാണെങ്കിലും അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാലും മറ്റുള്ളവർ നമ്മളെ പറ്റി നല്ല കാര്യങ്ങൾ പറയും. അപ്പം എങ്ങനെയും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. പിന്നെ ഹോപ്പനോപ്പനോ അത് എന്നും ചെയ്യുന്നതാണ്, പക്ഷെ അതിന്റെ അർത്ഥം കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സാർ നല്ലൊരു സെക്ഷൻ ആയിരുന്നു സാറ്. എനിക്കൊരു ഡൗട്ട് ഉള്ളതേ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട്, അതായത് ഇപ്പം എനിക്കൊരു അനുഭവമാണത്. എൻ്റെ അമ്മ ഒരു ഭയങ്കര എല്ലാവർക്കും നല്ല ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ആർക്കും ഒരു പരാതിയോ അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം അമ്മ അയ്യാണ്ടങ്ങ് ആയി പോവുകയാണ്. അപ്പോഴാ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പൂജയൊക്കെ ചെയ്തിട്ട് വഴിപാടൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് എന്നോട് തന്നെ പറയാ, അമ്മയ്ക്ക് ഇങ്ങനെ പറ്റിയെങ്കിൽ പിന്നെ നമുക്കൊക്കെ എന്തായിരിക്കും. അത്രയും നല്ല ഇതാണ്. അത് കഴിഞ്ഞ് അതൊരു ഇതാണ്, അത്രയും സാധുവായിട്ടുള്ള ഒരാളിന് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഒരു 2-3 മാസത്തിന് മുന്നേ എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റാണ്ട് എനിക്കൊരു അവസ്ഥയിലോട്ട് പോയി. അപ്പോഴെൻ്റെ കയ്യിൽ കുറേ കാശൊക്കെ നഷ്ടമായി. അപ്പോൾ ഞാൻ കുറേ ഒരുപാട് പേർക്കൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്നൊക്കെ കടമൊക്കെ ചോദിച്ച് ഞാൻ കൊടുത്തിട്ട് പിന്നെ എനിക്ക് തിരിച്ച് ചോദിക്കാൻ ഒരു മടിയായിട്ട് ഞാൻ അതങ്ങ് പിന്നെ വിട്ടു, പോട്ടെ അവർ തന്നില്ല, തരികയാണെങ്കിൽ വാങ്ങിക്കാന്ന് വെച്ചിട്ട്. പക്ഷെ ആ സമയമായപ്പം എൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ എല്ലാവരോടും ചോദിച്ചു. എനിക്ക് എല്ലാവരും ആ കാശെല്ലാം തന്നത് കൊണ്ട് എൻ്റെ ആ ഒരു സമയത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുപോയി. 2-3 മാസം കൊണ്ട് എനിക്കൊരു 2 ലക്ഷം രൂപയോളം ചെലവ് ആ സമയത്ത് വന്നായിരുന്നു. അല്ല, എന്നാലും ചെറിയ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള കാശെല്ലാം ഈ കൊടുത്ത കാശെല്ലാം എനിക്ക് എല്ലാവരും ഇങ്ങ് തിരിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടും അതായത് അമ്മയുടെ ഒരവസ്ഥയും എൻ്റെ ഒരവസ്ഥയും രണ്ട് രീതിയിലാണ്. അതായത് അമ്മയുടെ കർമ്മം ഞാൻ കണ്ടിട്ടുള്ള കാലം തൊട്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു ക്യാരക്ടർ. പക്ഷെ ജീവിതത്തിന്റെ ഒരു അവസാന ഘട്ടം വന്നപ്പോഴും വല്ലാത്ത ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. പിന്നെ എൻ്റെ ഇത്രയും ഞാനൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ കൊടുത്ത എവിടെ നിന്നൊക്കെയാണോ ഞാൻ കൊടുത്തിട്ടിരുന്നത്, ഞാനത് ചോദിച്ചില്ല. പക്ഷെ ഒരു ആവശ്യം വന്നപ്പോൾ എനിക്കിങ്ങനെ ഒരു ആവശ്യമാണ്, ഉണ്ടെങ്കിൽ കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നു, ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പം എനിക്കെല്ലാവരും ഞാൻ കൊടുത്ത അവിടെ നിന്നെല്ലാം എനിക്ക് തിരിച്ചു കിട്ടിയെന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത് കർമ്മയുടെ. അപ്പോഴമ്മയ്ക്ക് വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്.
എനിക്ക് ചിലപ്പോ ഞാൻ എന്റെ പ്രവൃത്തിയുടെ ഒക്കെ ഫലമായിരിക്കും. ഷൈനി മാം ഇതിനകത്ത് പറയാനുള്ള വെച്ചാൽ നമുക്കൊരു ഡീപ്പായിട്ട് പറയാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മൾ എത്ര നല്ലത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ തോട്ട്സിന്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നമ്മുടെ കർമ്മം മാത്രമല്ല നമ്മുടെ ചിന്തകൾക്കും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഒരു വിത്താണ്. അപ്പം നിങ്ങളുടെ അമ്മ നല്ലത് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇൻ ദ സെയിം ടൈം എന്തുവാണ് മാമയുടെ മനസ്സിൽ എക്സ്പെക്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അമ്മ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിരുന്നത് നമുക്കറിയില്ല. ഇപ്പം ചിലപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, എത്ര നല്ല ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ നല്ല ചെയ്യുമ്പോഴും പറയും, ഓ ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ കിടക്കുമ്പോൾ ഒരു ആളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ അവസാനം ആയി കഴിയുമ്പോൾ എന്നെ നോക്കാൻ ആളുണ്ടാവില്ല, ഞാൻ ഇങ്ങനെ നരയിച്ച് ചാവുള്ളൂ എന്നൊക്കെ സ്ഥിരമായി പറയുന്ന ആളുകളാണെങ്കിൽ അവർ എന്ത് നല്ല ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഈ ഒരു ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നന്മ ചെയ്തത് മാത്രം കാര്യമില്ല, നമ്മളത് ക്ലെയിം ചെയ്യുകയും കൂടി വേണം. നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത്, ദൈവമേ, പ്രപഞ്ചമേ, എനിക്കിതിന്റെ, അല്ലെങ്കിൽ ദൈവമേ, അല്ലെങ്കിൽ അള്ളാഹുവേ, എനിക്കിതിന്റെ ഇരട്ടി തരണം നമ്മൾ ചോദിക്കണം. കാര്യം ചോദിക്കുന്നവന് മാത്രമേ ലഭിക്കുള്ളൂ. അപ്പൊ എന്ന് വെച്ചിട്ട് നമ്മുടെ കണക്കുകൾ ഇല്ലാതെ ആവുന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴും എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇനിയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നല്ലത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ലത് കിട്ടണമെന്നില്ല. നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, എന്റെ അടുത്ത ബന്ധുക്കൾ പോലും പറയുന്നിട്ടുണ്ട്, നമ്മൾ നല്ലതൊക്കെ ചെയ്യും, എന്നിട്ട് പ്രാവി മറിച്ച് നിങ്ങളുടെ അമ്മ പ്രാവി എന്നല്ലേ ഞാൻ പറഞ്ഞു, ഈ ആൾക്കാർ നല്ല ചെയ്ത് കൊടുത്തിട്ട് പറയും, ഓ ഞാനിപ്പോ എനിക്ക് കഴിവുള്ളതുകൊണ്ടൊക്കെ ചെയ്തു, പക്ഷെ എന്റെ കാലം വരുമ്പോൾ ഒരാളും ഉണ്ടാവില്ല. സോ ഈവൻ ദോ ദേ ആർ ഡൂയിങ് ഗുഡ്, അവർ അതിനപ്പം തന്നെ ന്യൂട്രലൈസ് ചെയ്ത് അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കുകയാണ് അവർ ചെയ്യുന്ന പ്രവൃത്തിനെ. അപ്പോ അമ്മയുടെ കേസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കർമ്മ എന്ന് പറയുന്നത്, ഞാനൊരു കോട്ട് വായിച്ച പോലെ, കർമ്മ ലൈക്ക് ഗ്രാവിറ്റി, കർമ്മ ഇസ് സോ ബേസിക് വി ഓഫൻ ഡോണ്ട് ഈവൻ നോട്ടീസ് ഇറ്റ്. സാക്യോങ് മിഫാം എന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞാണ്, ഗ്രാവിറ്റി പോലെ തന്നെ കർമ്മ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇറ്റ്സ് എ റിയാലിറ്റി. നമ്മൾ ചെയ്യുന്ന എന്തായാലും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ തോട്ട്സും കൂടിയും അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കർമ്മത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ തോട്ടാണ്. എന്തായാലും സമയം ഒരുപാട് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ക്ലാസ്സിൽ വി ക്യാൻ ഡിസ്കസ് മോർ ഓൺ ദീസ് തിങ്സ്. താങ്ക് യു സർ. എന്തായിരുന്നാലും ഞാൻ കുറെ വർഷമായിട്ട് ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം, ടൈം ഒരുപാടായിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു നല്ല മഴയിലും നല്ലൊരു സെഷനായിട്ട് വന്നിട്ടുള്ള ഓസ്റ്റിൻ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you very much. താങ്ക് യു സർ. Thank you.